ചരിത്രം സാക്ഷിയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമികൾ ഒരിക്കലും മുട്ടുമടക്കിയിട്ടില്ല. ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഒരു ജനതയെ തളച്ചിടാമെന്ന് കരുതിയ ലോകശക്തികൾക്ക് ഇന്ന് തെറ്റിയിരിക്കുന്നു. ഇന്ന് പശ്ചിമേഷ്യൻ ആകാശത്ത് മുഴങ്ങുന്നത് വെറും ഒരു യുദ്ധകാഹളമല്ല, മറിച്ച് ദശകങ്ങളായി ലോകത്തെ അടക്കി ഭരിച്ച ഒരു സാമ്രാജ്യത്വ ശക്തിയോടുള്ള ഇറാന്റെ അചഞ്ചലമായ വെല്ലുവിളിയാണ്. ഒറ്റയ്ക്ക് പൊരുതാൻ ഞങ്ങൾ തയ്യാറാണ്. ഇറാന്റെ ഈ ഒരൊറ്റ തീരുമാനം ലോകഭൂപടത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകളെന്ന് അഹങ്കരിച്ച ഇസ്രായേലിന്റെ അയൻഡോമുകളെ നിഷ്പ്രഭമാക്കി ഇറാന്റെ മിസൈലുകൾ പറന്നിറങ്ങിയപ്പോൾ തകർന്നു വീണത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അജയ്യതയെന്ന അഹങ്കാരം കൂടിയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർക്ക് ഏറ്റവും വലിയ ഏറ്റവും കനത്ത തിരിച്ചടി. അവിടെ പ്രകടമാകുന്നത് ആധുനിക സാങ്കേതിക വിദ്യയല്ല, മറിച്ച് തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയുടെ ഇച്ഛാശക്തിയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് സ്വന്തം കരുത്തിൽ ലോകത്തെ വൻശക്തികളെ കണ്ണിൽ കണ്ണുനോക്കി നേരിടുന്ന ഇറാന്റെ ഈ ചങ്കൂറ്റം ലോകം അത്ഭുതത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. എന്നാൽ ഈ പോരാട്ടത്തിൽ ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല. തിരശീലയ്ക്ക് പിന്നിൽ റഷ്യയും ചൈനയും ഉയർത്തുന്ന നിശബ്ദമായ പിന്തുണ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നു. ആയുധബലവും സാമ്പത്തിക കരുത്തും ഇറാൻ പിന്നിൽ അണിനിരക്കുമ്പോൾ വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങൾ വിയർക്കുകയാണ്. ഇതിലും വലിയ തിരിച്ചടി പാശ്ചാത്യ ലോകത്തു നിന്ന് തന്നെ വരുന്നു എന്നതാണ് സത്യം. അമേരിക്കയുടെ യുദ്ധക്കൊതിയെ പരസ്യമായി തള്ളിക്കൊണ്ട് സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വേട്ടയാടപ്പെടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്കൻ യുദ്ധനയങ്ങളെ ബഹിഷ്കരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുന്തോറും ലോക പോലീസുകാരൻ എന്ന അമേരിക്കയുടെ പദവി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നീങ്ങുകയാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇറാന്റെ ആത്മാഭിമാനമാണ്. പാലസ്തീൻ വിഷയത്തിൽ മുസ്ലിം ലോകം മൗനം പാലിച്ചപ്പോഴും അറബ് രാജ്യങ്ങൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയുമായി കൈകോർത്തപ്പോഴും പലസ്തീനിലെ ഓരോ കുഞ്ഞിന്റെയും കണ്ണുനീർ തുടയ്ക്കാൻ ഇറാൻ എടുത്ത തീരുമാനം അത്യന്തം ധീരമാണ്. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ നേരെ ഉയർന്നാൽ അത് ആ താവളങ്ങളുടെ അവസാനമായിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങളെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. ഈ മഹാപോരാട്ടത്തിന്റെ നടുവിൽ ശരിക്കും കുരുങ്ങിപ്പോയത് അമേരിക്കയാണ്. കൃത്യമായി പറഞ്ഞാൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? ഒരു വശത്ത് ഇസ്രായേൽ എന്ന തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തിനെ സംരക്ഷിച്ചേ തീരൂ എന്ന വാശി, മറുവശത്ത് യുദ്ധം നീളുന്നതിലൂടെ എണ്ണവില കുതിച്ചുയർന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നടിയുമെന്ന ഭയം. ഈ പശ്ചിമേഷ്യൻ തീക്കുണ്ടത്തിൽ നിന്ന് എങ്ങനെ കൈകൊള്ളാതെ പുറത്തു കടക്കണമെന്ന് അമേരിക്കയ്ക്ക് ഇന്നും ഒരു നിശ്ചയവുമില്ല. ട്രംപിന്റെ നയതന്ത്രങ്ങൾ പിഴയ്ക്കുന്നു, അമേരിക്കയുടെ ഭീഷണികൾക്ക് വിലയില്ലാതാകുന്നു. ഇത് പുതിയ കാലമാണ്. ആ യുദ്ധത്തെക്കാൾ വലിയത് ആത്മവീര്യമാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ലോകം കാണാൻ പോകുന്നത് ഇറാന്റെ പടയോട്ടമായിരിക്കുമോ, അതോ ലോകമഹായുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ അമേരിക്കൻ സാമ്രാജ്യം എരിഞ്ഞടങ്ങുമോ? പശ്ചിമേഷ്യയുടെ ചക്രവാളത്തിൽ വിധി എന്തെന്ന് കാത്തിരുന്നു കാണാം.